ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ 1111 കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിൽ എവിടെയെങ്കിലും ആയിരിക്കാം, ചിലപ്പം വീട്ട് നമ്പറായിട്ടൊക്കെ നിങ്ങൾ ഈ നമ്പർ കാണാറുണ്ടോ? എന്താണ് ഈ നമ്പറിൻ്റെ അർത്ഥം? പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന സൈൻ എന്താണ്? നമുക്കൊന്ന് നോക്കിയാലോ. പ്രപഞ്ചം പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു സൈനാണ്. ദൈവത്തിന് നമ്മളോട് നേരിട്ടൊന്നും പറയാൻ കഴിയില്ലല്ലോ, പക്ഷേ ഇതെല്ലാം അതിൻ്റെ ഒരു സൂചനയാണ്. നിങ്ങൾ ശരിയായ രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ശരിയായ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്, വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. എല്ലാം അതിൻ്റേതായ കറക്റ്റായിട്ടുള്ള വഴിയിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഡിവൈൻ നമ്പറായ 1111 നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കായിരിക്കും ആദ്യം കണ്ടുകൊണ്ടിരിക്കുക, പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഈ നമ്പർ കണ്ടു തുടങ്ങും. നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നമ്പർ നമ്മൾ എപ്പോഴും കാണുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം കറക്റ്റായ രീതിക്കാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം കറക്റ്റായ രീതിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എനർജിയും 10 മടങ്ങ് കൂടിയിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലെയിം ദിസ് എനർജി എന്ന് പറയുകയോ അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയുകയോ ചെയ്യാം. പിന്നീട് നമ്മൾ പറയുന്നത്, ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഒന്ന് മനസ്സിൽ വിചാരിക്കുക, അത് നടന്നതായിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ വലിയ സൂചനകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ കറക്റ്റായ പാതയിലാണ് പോകുന്നത് എന്ന് യൂണിവേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു മുടങ്ങിക്കിടന്ന ഓരോ വീടിൻ്റെ പണിയായിരിക്കാം, റീസ്റ്റാർട്ട് ആവും, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജോലി സാധ്യത, അതുപോലെ തന്നെ വിവാഹം, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, കരിയർ, എല്ലാത്തിനും ഒരു പുതിയ മാറ്റം. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ടാത്തൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട്സ്, അതായത് നിങ്ങൾ സംശയവും ഭയവും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ പോർട്ടലിൽ കുറേശ്ശെയായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിലായിരിക്കാം രാവിലെ 11:11 കാണുന്നത്, അല്ലെങ്കിൽ രാത്രി ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളിങ്ങനെ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതെല്ലാം ഇങ്ങനെ ഏഞ്ചൽ നിങ്ങൾക്ക് ഇങ്ങനെ സൈൻ തരുകയാണ്, നിങ്ങൾ കറക്റ്റായ പാതയിലാണ് പോകുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും ഇത് നടക്കാൻ പോകുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ നെഗറ്റീവ് ചിന്തകളൊന്നും കൊണ്ടുവരാതിരിക്കുക. അത് കുറേയും കൂടെ ഈസി ആയിരിക്കും. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക. ഈ നെഗറ്റീവ് ചിന്തകളെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കൂ. നിങ്ങൾക്ക് ഹാപ്പിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് ചിരിക്കൂ. അപ്പോൾ നിങ്ങളുടെ മസിൽസൊക്കെ ഒന്ന് ചിരിക്കുമ്പം കുറേയും കൂടെ ഒരു ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനും ആ ഒരു എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓ, ഞാനിപ്പോൾ ഹാപ്പിയാണ്, അവളിപ്പോൾ ഹാപ്പിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കുക. നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു വീടിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീട് ഞാൻ വെച്ചു, അതിൽ ഞാൻ താമസിച്ചു, നിങ്ങൾ അത് ആലോചിക്കുക. വീട് വെച്ചു, അതിന് ശേഷം എന്തുമായിരിക്കും നിങ്ങൾ കയറി താമസിച്ചു, ആ വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു കാർ എടുത്തോ, അതിനെന്തൊക്കെയായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എവിടെയൊക്കെയായിരിക്കും ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്തു വെക്കൂ. നിങ്ങൾ ആ ട്രിപ്പിന് പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സ് എന്തുമായിരിക്കും, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും ഞാൻ കൊണ്ടുപോവുക, എത്ര ബഡ്ജറ്റായിരിക്കും അത് ഇടേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരും. അതിനെയൊക്കെ പറ്റി നിങ്ങളിങ്ങനെ വലിയതായിട്ട് ഡ്രീം ബിഗ്. ഓക്കെ, ചെറുതായിട്ടൊന്നും സ്വപ്നം കണ്ടോ, വലുതായിട്ട് സ്വപ്നം കാണൂ. യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തന്നെ കൊണ്ടുതരുന്നതായിരിക്കും. ഈ ഒരു നമ്പർ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ പല നടക്കാത്ത ആഗ്രഹങ്ങളും ഈ ഏഞ്ചൽ നമ്പർ കാരണം ഞാൻ സാധിച്ചെടുത്തിട്ടുണ്ട്. സോ ക്ലെയിം ദിസ് എനർജി.